വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ എറണാകുളം പോയി ഒരു പ്രീമിയം ബൈക്ക് റെന്റൽ സർവീസിന്റെ ഇനോഗ്രേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് കുറേയേറെ പ്രീമിയം ബൈക്സ് ചെക്കൗട്ട് ചെയ്യുന്നതാണ്. പറ്റുമെങ്കിൽ ഒന്നിനും നമുക്ക് ബുക്കും ചെയ്യാം, ഇന്നല്ലെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ നോക്കട്ടെ ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന് നോക്കട്ടെ. ഓപ്ഷൻസ് അറിയണ്ടേ? ഓപ്ഷൻ അറിയാമെന്ന് ഞാൻ ചെയ്യാറില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒടുക്കത്തെ പിക്കെയാണ് ഞാൻ ബൈക്കിൻ്റെ കാര്യത്തിലും കാറിൻ്റെ കാര്യത്തിലൊക്കെ. ഈ ഓടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ ഈ 2 മണിക്കൂർ ഈ 2 മണിക്കൂർ ഓടിച്ചൊരു തീരുമാനം വേണേ. എറണാകുളം കഴിഞ്ഞ് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം കേട്ടോ. 1-2 ദിവസത്തേക്ക് വേണമെങ്കിൽ ഇറങ്ങിയിട്ട് വരാം ഞാൻ. അതെന്തായാലും നമുക്ക് റെന്റൽ സർവീസിലോട്ട് പോട്ടെ. ഈ ബൂട്ട് വിട്ടുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ടാസ്ക്. ഡീസലൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് എന്തായാലും എറണാകുളത്തെ ട്രിപ്പ് വെക്കാം. ചൂടിന് ഒരു കുറവില്ല. എനിക്ക് ഒന്ന് മാറത്തരൂ പ്ലീസ്. എനിക്കിപ്പോൾ ഇടുക്കി പോകണമെന്നുണ്ടായിരുന്നു, അറിയാം. എപ്പോഴും കുറച്ച് നാളായിട്ട് തന്നെ തലയ്ക്കകത്തുണ്ട് ഇടുക്കി എന്ന് പോകണം. ഇരിക്കുന്നു രാത്രി പോകുന്ന ചിലപ്പോൾ ടാസ്ക് ആയിരിക്കും. രാത്രി പോകണം ഇടുക്കിയിലോട്ട്. എനിക്ക് പരിചയം പോലുമില്ല. ഇപ്പോൾ കാട്ടിയുടെ ഷോറൂമിൻ്റെ അടുത്താണെന്നാണ് പറയുന്നത്. അവർക്ക് പുതുതായിട്ട് റെന്റൽ പ്രീമിയം ഏതൊക്കെ വണ്ടിയാണെന്ന് എനിക്ക് അവർക്ക് ഏതാണ് ഡുക്കാട്ടിയുടെ ഏതൊരു മോഡലുണ്ട്, BMW എന്തോ ഉണ്ട്, ബെന്റ്ലി എന്തോ ഉണ്ട്. ഈ 3 ഉണ്ടെന്ന് എനിക്ക് അറിയാം. പിന്നെ 390 ഒക്കെ കാണും. അതൊക്കെ ഈ 300-400 ഏരിയയിൽ അവർക്കുണ്ട്. അതിന്റെ പൊക്കത്തോട്ടുള്ള CC ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ പോയിട്ട് നോക്കാം. കുറയുന്നൊരു പോർഷയാണല്ലോ വരുന്നത്. നിൽക്കുവായി ഞാൻ പറഞ്ഞോളൂ. അതിന് മുമ്പ് അടുത്ത വണ്ടിയൊക്കെ വന്നു തുടങ്ങി. ഒരു ബ്ലൂ പോർഷയുടെ എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ബാക്കിയൊക്കെ സെറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് എത്തി കേട്ടോ. ഡുക്കാട്ടിയുടെ ഷോറൂമിൻ്റെ അടുത്തായിട്ടെന്നാണ് പറഞ്ഞത്. അത് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പോൾ സിഗ്നലിന് ഇടയിൽ കിടക്കുക. വൈറ്റൽ ഹബ് എനിക്ക് ഞാൻ ചോറാണ് കഴിച്ചത്. അതായിട്ട് നോൺ വെജ് ഇല്ലായിരുന്നു, മുട്ട മാത്രമേ കഴിച്ചിട്ടുള്ളൂ. സിഗ്നലായി കമോൺ. ഓ ഇവിടെ നല്ല തിരക്കാണല്ലോ. തിരിച്ചു വരാൻ ഈ തിരക്ക് കൂടി കയറി വരണേ ഞാൻ. കൊള്ളാം. ഞാനിവിടെ എത്തിയിട്ട് ഇവിടെ കുറേ ഏറെ വണ്ടികളുണ്ടല്ലോ. അതെ, ഓ ഡുക്കാട്ടി. ഡുക്കാട്ടിയുടെ കുറേ വണ്ടി. ഡുക്കാട്ടി ഷോറൂം ആയതുകൊണ്ടാണ്. ഇതൊക്കെ കുറച്ചേറെ 1000cc പൊക്കത്തൊക്കെ ആണല്ലോ. മോനെ ഞാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എന്തായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ട് നോക്കാം. എന്നെ വിളിച്ച കക്ഷിയുടെ ഇടയിൽ ഉണ്ടാകുന്ന നോക്കട്ടെ. അപ്പോൾ ഈ ബൈക്കുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. മോനെ പൂരിവാം ബൈക്കിനെ കുറിച്ച്, ഇവിടെയുള്ള പൂരിവാം ബൈക്ക് എനിക്കറിയത്തില്ല. മെയിനായിട്ടുള്ള നമുക്ക് ഡ്യൂക്കിൻ്റെയും പിന്നെ അവിടെ ഇരിക്കുന്ന ആ ബൈക്കും അതൊക്കെ പിന്നെ എനിക്കറിയാം. മോനെ അത് ആദ്യമായിട്ടാണ് ഇൻ പേഴ്സൺ കാണുന്നത്. അപ്പോൾ ഇവരുടെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ സൈറ്റൊക്കെ ഇവരില്ല പബ്ലിക് ആക്കും. പക്ഷേ ഇടയ്ക്ക് ഞാൻ കാലിട്ട് വീഡിയോ ഇടാഞ്ഞത് ബൈക്കിനെ കുറിച്ചൊക്കെ. അത് ഓൾറെഡി നല്ല തിരക്കിരിക്കുന്നു. ഇവിടെ ആൾക്കാർ വന്ന് അവരുടെ ട്രോളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്ക് കയറാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പം മഴയും പെയ്യാൻ പോകണമെന്ന് തോന്നുന്നു. പക്ഷേ ഇത് മഴ പെയ്തടാ. അതേ നോക്കി മഴയൊക്കെ പെയ്തു തുടങ്ങി. എന്തായാലും ഇനി ഞാൻ വണ്ടി കാണിച്ചു തരാം. വണ്ടി പറഞ്ഞാൽ നമുക്ക് എടുക്കാം. റെന്റൽസ് ഇവർക്ക് പ്രീമിയം ഉള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് റെന്റൽസ് ഇവരുടെ പ്രീമിയം വെഹിക്കിൾസ് ട്രൈ ഔട്ട് ചെയ്യാം. ഞാൻ എന്തെങ്കിലുമൊക്കെ റെന്റ് ചെയ്തിട്ട് നമുക്ക് അത് പ്രോപ്പറായിട്ട് റെന്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഞാൻ എക്സ്പീരിയൻസ് പറയാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ തിരക്കും പിന്നെ കുറേ ആൾക്കാർ പിന്നെ ഒരു വർക്ക് സെറ്റപ്പ് ആയിരുന്നു. ആ വർക്ക് സെറ്റപ്പിനകത്ത് ബ്ലോഗിങ് എനിക്ക് സൈഡിൽ തള്ളിക്കയറ്റാൻ പറ്റിയില്ല. കുറേ ആൾക്കാരൊക്കെ വന്ന് റിബലൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ നിങ്ങൾ ഡെൽ ചെയ്യാൻ. അപ്പോൾ അത് ഞാൻ ഇട്ടില്ല. എന്തായാലും ഞാൻ ഒരു പ്രീമിയം വെഹിക്കിൾസ് ഇവരുടെ ഉണ്ട്. ഞാനത് ബുക്ക് ചെയ്ത് ഒരെണ്ണം നമുക്ക് സെറ്റാക്കി ഇടയ്ക്കിടയ്ക്ക് മാറി ഉപയോഗിച്ച് നോക്കാം. ആദ്യമൊക്കെ ഓടിക്കിട്ട വണ്ടികളൊക്കെ ഉണ്ടല്ലേ നമ്മൾ തീരുമാനിക്കുള്ളൂ ഏത് വണ്ടി മേടിക്കണമെന്ന്. 39 എന്തായാലും മേടിക്കാം. നമ്മളൊന്ന് ചെറുതായിട്ട് CC കൂട്ടി വരാം പ്രീമിയം എടുത്ത്. മുമ്പിൽ കുറേ വണ്ടികൾ കിടക്കാം. നിങ്ങൾ ഒന്നും കാണിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇരുട്ട് കേട്ടാ. ഇനി എന്തായാലും നമുക്ക് വല്ല ഫുഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകണമെന്ന് ഡിസൈഡ് ചെയ്യണം. ഞാനിപ്പോഴും വല്ലാതെ ഡിസൈഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇപ്പം ഇന്നലത്തെ വ്ളോഗ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഫുഡ് രാവിലെ തൊട്ട് ശോകമായിരുന്നു. ചോറ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്, ഞാൻ പറഞ്ഞല്ലേ. അപ്പം ഞാൻ മറ്റേ കാര്യം നിങ്ങൾ ഉറപ്പിക്കും. ഏത് ബൈക്ക് റെന്റ് എടുക്കണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാം കേട്ടോ. നമ്മൾ ആ ബൈക്ക് റെന്റ് എടുത്തിട്ട് നമുക്ക് ട്രിപ്പിന് പോകുന്നതാണ്. അവിടെ BMW 900 സീരീസും പിന്നെ 390യും പിന്നെയും കുറേയേറെ ഉണ്ട്. ഞാൻ ലിസ്റ്റ് പറയാം. ഞാൻ ലിസ്റ്റ് അടുത്ത വ്ളോഗിൽ അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു വ്ളോഗിലോ പ്രോപ്പർ അവരുടെ ലിസ്റ്റ് എടുത്തിട്ട് ഏത് വണ്ടി വേണമെന്ന് ഞാൻ പറയാം. അതിന് ഏത് വണ്ടി നമ്മൾ റെന്റ് എടുത്തിട്ട് ട്രിപ്പിന് പോകണമെന്ന് പറയാം. ആ വണ്ടി നമുക്ക് റെന്റ് എടുത്ത് ട്രിപ്പിന് പോകാം. സെറ്റല്ലേ? ഇപ്പോൾ തൽക്കാലം ഞാൻ മറ്റേ ഡിസ്ട്രിക്ട്സ് ആണെന്ന് പറഞ്ഞൊരു കടയിൽ വന്നിട്ടുണ്ട്. അവിടെ ഞാൻ മിക്കപ്പോഴും പോകാനായിട്ട് കഴിക്കുന്നത്. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. പിന്നെ എങ്ങോട്ടാണ് പോകണമെന്ന് ഡിസൈഡ് ചെയ്യണം. 2 മണിക്കൂർ എന്തായാലും വീട്ടിൽ പോകാൻ എടുക്കും. ആ 2 മണിക്കൂർ വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ എവിടെയും എത്തും എന്നുള്ള രീതിയിൽ നമുക്ക് അവിടോട്ട് പോകാം. പിന്നെ ഈ വണ്ടിക്കകത്ത് ഹെഡ്ലൈറ്റ് കുറവെന്നല്ല, ഇല്ലെന്ന് തന്നെ പറയാം. അതുമായിട്ട് പോകുന്ന ടാസ്കാ. എനിക്ക് ഇടുക്കി ഭാഗത്തോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ ഈ പാതിരാത്രി ഇടുക്കി ഇങ്ങനെ പോകുന്നൊരു ഡൗട്ട്. നമുക്ക് വെറും വയറ്റിൽ ബ്രെയിൻ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ഫുഡ് കഴിക്കും. ഒരു ക്യാപ്പച്ചിനോ മേടിച്ചിട്ടുണ്ട്. ഞാൻ സാറിന് ചായ കുടിക്കാറില്ല. ഞാൻ തൽക്കാരൊക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം എടുത്തില്ല. കൂടിപ്പോയാ അതൊക്കെ കറക്റ്റ് മധുരം അല്ല. അതെ വണ്ടി കിടന്ന് ഉറങ്ങില്ല, അതിനോട് മേടിച്ച്. ആ ഷുഗർ ഫുള്ളും തീർത്ത് കേട്ടോ, മധുരം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇടുക്കിയിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് 3 മണിക്കൂർ ദൂരമുണ്ട്.
കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ ഞാൻ ബൈക്കിൽ പോയതാണ്, അതും കാട്ടിൽ കൂടെ. ഇപ്രാവശ്യം പ്രോപ്പർലി ഹൈവേ കൂടി എന്ന് വെച്ചാൽ നല്ലൊരു റോഡിൽ കൂടി തന്നെ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആയിട്ട് ഈ ഒട്ടും വെളിച്ചില്ലാത്ത വണ്ടിയായിട്ട് ഇടുക്കിയിൽ പാതിരാത്രി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട എനിക്ക് തോന്നുന്നു. എന്നാലും നമുക്ക് ഒന്ന് നോക്കാം, എവിടെ വരെയൊക്കെ പോകുന്ന നോക്കാമല്ലേ. നിങ്ങൾക്ക് ഇപ്രാവശ്യം ഞാൻ വലുതായിട്ട് ഇടുക്കി പോകുന്ന വഴിയുള്ള സീനിക് വ്യൂസ് ഒന്നും കാണിക്കാൻ എനിക്ക് വരത്തില്ല, പാതിരാത്രി ഇരുട്ടതായതുകൊണ്ട്. എന്നാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിയാൽ 12 മണി രാത്രികളിൽ അവിടെ എത്തത്തുള്ളൂ. എനിക്ക് ഇടുക്കിയിലോട്ട് പോകുന്നത് വിറ്റായിട്ട് തോന്നുന്നു കേട്ടോ. പകുതി വഴിയിലെത്തുമ്പോൾ ഫോഗും മൂടല്ല എന്തിനു പറയുന്ന മറ്റേ ഫോഗ് ചെയ്തില്ലേ, അത് കാരണം വല്ലതും കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഹെഡ്ലൈറ്റൊന്നും ഇല്ല. എന്നിട്ട് വണ്ടി വളയ്ക്കാനും തിരിക്കാനും പോകാനൊക്കെ ദൈവം അവിടെ എത്തിക്കഴിയുമ്പോൾ അറിയാം. അതിനെക്കാട്ടി ഒരു ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്ത ആളല്ലേ എന്നെ ഇപ്പോൾ വിളിച്ച് എപ്പോൾ വരുമെന്ന്. ഞാൻ പറഞ്ഞ് 12 മണി രാത്രി എന്ന്. അത്ര ലേറ്റ് ആവും, അത്ര ലേറ്റ് വരുന്ന എന്താ അത്ര ലേറ്റ് വരുന്നതെന്ന്. എത്ര ലേറ്റ് വരുന്നത് ഇവരെന്ത് എന്തൊക്കെ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്താണെന്ന് വരാൻ സമയം എടുക്കുമെന്ന് പറഞ്ഞു. ഇനി എനിക്കറിയത്തില്ല ദൈവമേ രാത്രി അങ്ങോട്ട് സഞ്ചരിക്കുന്നത് നോർമലാണോ അല്ലേന്ന്. അപ്പോൾ എറണാകുളത്താണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോളൊക്കെ തോന്നി. അറിയാം ഇപ്പം കുറച്ചേറെ മണിക്കൂറുകളുണ്ട് അങ്ങോട്ട്. എന്നാലും നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം. എവിടെയെങ്കിലും വെച്ച് യൂ ടേൺ എടുക്കേണ്ടി വന്നാൽ അതും ഞാൻ പറയാം. ഇതൊന്നും കാണുന്നില്ല കേട്ടോ, ഇത് ബേർലി ഒടുക്കത്തെ ശ്രദ്ധ കൊടുത്താൽ കുറച്ച് കാണും. എന്നിട്ട് മുമ്പിൽ നിന്ന് വണ്ടിയിലും വരുന്നത് ഒട്ടും കാണത്തില്ല. ഓ ദൈവമേ ഇനി വല്ല കൊക്കയിലോട്ട് ടെൻഷനാകും. ഞാൻ പോകുന്ന വഴി ലൈറ്റ് മാറ്റം വരെ നോക്കി, പക്ഷെ കടയൊന്നും ഇല്ലല്ലോ, അടച്ച്. തീരുമാനമാകും എന്തായാലും നോക്കട്ടെ. വല്ല എവിടെയെങ്കിലും കുറേ റിസ്ക് കൂടി കഴിഞ്ഞാൽ യൂട്ടിനോട് തിരിച്ചു വരിഞ്ഞാൽ ഈ മുമ്പിൽ നിന്ന് വണ്ടി വരാൻ നേരത്തില്ല. എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെവി ലൈറ്റായിട്ട്. അപ്പോൾ എൻ്റെ വിചാരം ഇനി ലൈറ്റ് വേണോ പോകാൻ എന്നുവെച്ചാൽ ഇത്ര ഹെവി ലൈറ്റായിട്ട് വരുന്നത് കണ്ടോ. ഒരു വണ്ടി വരുന്നുണ്ട് ഒടുക്കത്തെ ലൈറ്റ്. ഇവിടെ ചോദിക്കരുതേ, പിന്നെയും ഞാൻ ഏതോ പട്ടിക്കാട്ടി കൂടിയാണ് വന്നത്. ഇത്ര കൂടിയ കാട്, ഇങ്ങനത്തെ റോഡ്. എനിക്ക് ഒരു എന്നുവെച്ചാൽ വഴി വെച്ച് നിർത്തി കഴിഞ്ഞാൽ കാറ് കയറുന്നില്ല പൊക്കത്തോട്ട്. അത്രയ്ക്ക് പീക്ക് ചവിട്ടി കയറ്റി ഇടയ്ക്ക് വെച്ച് നിന്ന് കഴിഞ്ഞാൽ വണ്ടി നീങ്ങത്തില്ല പൊക്കത്തോട്ട്. ആ രീതിയിലുള്ള സീൽ വഴി ആയിട്ട് കുറേ കഴിഞ്ഞാൽ അവസാനം ഹൈവേയിലോട്ട് എത്തി. അത്ര നേരം ഹൈവേയിലല്ല, ഞാൻ കാട്ടിക്കൂടി വന്നിട്ടില്ല. ഞാൻ കാർ അടിച്ചു കൊടുത്തത്, എന്നിട്ട് ഇവിടെ വഴി എവിടെ എപ്പോഴും എനിക്ക് അറിയായിട്ടൊന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ കുറേ കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് പറയില്ല ഈ വില്ലയ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടലിൽ ഇവിടെ കാട്ടിൻ്റെ അകത്തോട്ട് ഇവിടെയൊക്കെ ഫുൾ കാണാമെന്ന് തോന്നുന്നു. രാവിലെ അറിയത്തില്ല എവിടെയാണ് പൊക്കത്തോട്ട് കയറിയ ഹോട്ടൽ. ഇതെല്ലാം ഞാൻ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് കാണിച്ചു തരാം. റൂം ടൂർ വേണം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് വലുതായിട്ടൊന്നും ഇല്ല, ഈ ഒരു ചെറിയ റൂം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഈ രാത്രിയിലത്തേക്ക് മാത്രം. കുഴപ്പമില്ല, കൊള്ളാം. ബോയ്സ് പറയരുത് കേട്ടാ, ഞാൻ അങ്ങനെ ഫൈനലി ചെക്ക് ഇൻ ചെയ്തിട്ട് റൂമിൽ നമ്മൾ ഏതോ ഒരു മലയുടെ പൊക്കത്താണ്. ഏത് മലയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഒരു മലയുടെ പൊക്കത്താണ്. നിങ്ങൾക്ക് സീനറി കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. അവിടെ ഒരു മലയുണ്ട്, ഒരു കർവേച്ചറൊക്കെ ഉണ്ട്, അതൊക്കെ മലയാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് റെയിലിങ്ങിൻ്റെ അപ്പുറത്തോട്ട് മലയൊക്കെയാണ്. ഞാൻ ഇവിടെ നിന്ന് കണ്ട കയറി വന്നു, നല്ലൊരു കയറ്റം, ഫുൾ കയറ്റമായിരുന്നു. പിന്നെ ഇത് ഇതാണ് ബിൽഡിങ്. കുഴപ്പമില്ല കേട്ടോ, ഇത് ലൊക്കാലിറ്റി ഒക്കെ നൈസാണ്. ഇപ്പം എനിക്കും അതായിട്ട് കാണുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം. പിന്നെ അഡ്വഞ്ചറായിരുന്നു, അഡ്വഞ്ചർ. ഞാൻ പറഞ്ഞില്ലേ സീരിയസ് അഡ്വഞ്ചറാണ്. റിസ്കി എന്ന് വെച്ചാൽ ഒടുക്കത്തെ റിസ്കി. പാതിരാത്രി ഇടുക്കി മല കയറുന്നതും അതും മെയിൻ റോഡിൽ കൂടി അല്ലാതെ വരുന്നതൊക്കെ മോനെ സീനാ. എനിക്ക് വയ്യ. എന്തായാലും അടുത്ത പ്രാവശ്യം ബൈക്ക് വരാം. നല്ല ഒരു BMW 900 സീരീസ് അല്ലെ ഡുക്കാട്ടി ഏതെങ്കിലും ഒരെണ്ണം പ്രീമിയം ബൈക്ക് റെൻ്റ് എടുത്തിട്ട് തകർക്കാം. ഓരോ വയ്ക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നാളെ രാവിലെ ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം എന്താണ് ഇവിടെ ലൊക്കാലിറ്റി എന്നൊക്കെ. ഞാൻ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കിടന്നുറങ്ങട്ടോ. ഏകദേശം 2 മണി വെളുപ്പിനെയായി. വലുതായിട്ട് ഞാൻ കിടക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ റൂം ബുക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അതിനുള്ള സമയം മാത്രമേ ബാക്കി കാണാറുള്ളൂ. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ ആൻഡ് വണ്ടർഫുൾ. ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.